ജൂൺ മാസം ഇങ്ങടുത്തു, സ്കൂൾ തുറക്കാനായി. അതുപോലെ തന്നെ മഴയും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പല കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും സ്കൂൾ തുറന്ന പാടെ തന്നെയുള്ള പനിയും ജലദോഷവും. പലർക്കും ജൂൺ മാസത്തിൽ ഒരുപാട് തവണ ഈ ഒരു ബുദ്ധിമുട്ട് വരും. പലർക്കും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകേണ്ടി വരാറുണ്ട്. ഇത് എല്ലാ കൊല്ലവും ആവർത്തിച്ച് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് മിക്ക കുട്ടികൾക്കും ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ ആഴ്ചയിലും പനി എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് അവർക്ക് പനിയും ജലദോഷവും വരുന്നുണ്ട്. അതല്ലെങ്കിൽ പനി വന്നു, ജലദോഷം വന്നു, അത് പിന്നെ ചുമയായി, ശ്വാസം മുട്ടലായി, ഈ രീതിയിൽ വരുന്ന കുട്ടികൾക്കെല്ലാം ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ അലർജി ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിനെ ചെറുക്കാനായിട്ട് തുടങ്ങണം. അതായത് അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂടാനായിട്ടുള്ള മരുന്നുകളും നമുക്കിന്ന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അതും കഴിച്ചു തുടങ്ങാം. അതായത് ഒരു അസുഖം വരുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് തുടങ്ങാം.